ഹേ ഗായ്സ്, നിങ്ങൾ തെങ്കാശി പട്ടണം മൂവി കണ്ടിട്ടില്ലേ? എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള മൂവിയാണത്. അന്ന് ഞാൻ ഗവിയിൽ പോയപ്പോൾ തെങ്കാശി ബസ് സ്റ്റാൻഡ് കിടക്കുന്നത് തന്നെ അത് കണ്ടത് മുതൽ തോന്നിയ കൊതിയാണ് അവിടെ ഒന്ന് പോകണമെന്ന്. അങ്ങനെ അത് സഫലമായി കേട്ടോ. ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണ്. കോട്ടയം KSRTC ഡിപ്പോയിൽ ചോദിച്ചപ്പോൾ ഇവിടെ നിന്ന് 7:30 തെങ്കാശി ബസ് എന്നാണ്. എന്നാൽ പത്തനംതിട്ടയിൽ അന്വേഷിച്ചപ്പോൾ അവിടുന്ന് 6:10 ഗവി വഴി പത്തനംതിട്ട സ്റ്റാൻഡ് നമുക്ക് പരിചയമായുണ്ട് എന്നാൽ അതിനങ്ങ് പോകാന്ന് വെച്ചു. ഇടയ്ക്ക് നല്ല മഴ പെയ്തായിരുന്നു കേട്ടോ. തെങ്കാശിയിൽ ഇപ്പം എന്താ ഇത്ര കാണാന്ന് ചോദിച്ചാൽ അവിടെ അരുൾമിகு കാശി വിശ്വനാഥ ക്ഷേത്രമുണ്ട്, പിന്നെ സൺഫ്ലവർ ഗാർഡൻ ഉണ്ട്, കുറ്റാലം വെള്ളച്ചാട്ടം ഉണ്ട്. ഞാൻ ഇവയൊക്കെ കാണാൻ പ്ലാൻ ചെയ്തിറങ്ങിയതാ. ഇടയ്ക്കിടയ്ക്ക് മഴച്ചാറ്റിലും കൂട്ടായിട്ടുണ്ട്. അച്ചൻകോവിലേക്ക് പോകുന്ന വഴിയാണ് ലെഫ്റ്റിലേക്ക്. നമുക്ക് റൈറ്റ് സൈഡിലേക്ക് പോയാൽ മതി കേട്ടോ. നമ്മൾ പത്തനംതിട്ടയിൽ നിന്ന് കോന്നി, പിന്നെ പത്തനാപുരം, പുനലൂര്, തെന്മല, ആര്യങ്കാവ്, ചെങ്കോട്ടை, ലാസ്റ്റ് തെങ്കാശി ഇങ്ങനെയാണ് പോകുന്നത്. ഈ ഏരിയയിലൊക്കെ ഇഷ്ടംപോലെ കാണാനായിട്ടുണ്ട് കേട്ടോ. കാറിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഇവിടെ ഒക്കെ ഇറങ്ങി ഫോട്ടോസ് ഒക്കെ എടുത്ത് ഒന്നുകൂടെ എൻജോയ് ചെയ്ത് പതുക്കെ പോകാം. KSRTC-യിലാവുമ്പോൾ അത് പറ്റില്ല. അവർക്ക് സമയത്ത് സ്പോട്ടിൽ എത്തണമല്ലോ. ഞാനൊന്ന് നിർത്തിത്തരാമോ എന്ന് ചോദിച്ചതിന് രൂക്ഷമായ നോട്ടമായിരുന്നു മറുപടി. ഇവിടെ ഇറങ്ങിക്കോ, ഇഷ്ടം പോലെ ബസ്സുണ്ട്, പതുക്കെ വന്നാ മതി എന്ന് പറഞ്ഞു. എനിക്ക് എന്തിന്റെ കേടായിരുന്നു എന്റെ ഗൈഡ്സ്. അത് പോട്ടെ, തൽക്കാലം നമുക്ക് വെറുതെ വിട്ടേക്കാം അല്ലേ. നിങ്ങൾക്ക് ജസ്റ്റ് തെങ്കാശി മാത്രമാണ് ലക്ഷ്യമെങ്കിൽ KSRTC പോയാൽ മതി. എന്നാൽ തെന്മലയും നമ്മുടെ പുനലൂർ തൂക്കുപാലവും പാലരുവി വെള്ളച്ചാട്ടം, ചെന്തുരുണി വൈൽഡ് ലൈഫ് സാഞ്ചുറി ഇതൊക്കെ കാണണമെങ്കിൽ കാറിൽ വന്നാൽ മതി കേട്ടോ. നല്ല രസാണ്. കല്ലട ആറാണ് ഒഴുകുന്നത്, കണ്ടോ? അങ്ങോട്ട് ഒഴുകി പോകുന്നത്. ഈ ഞാൻ ഇരിക്കുന്ന ഭാഗത്തില് അത്ര വ്യൂ ഇല്ല. അപ്പുറത്തെ സൈഡ് ആകുമ്പോഴത്തേനും ഒന്നും കൂടി നല്ല ഭംഗിയായിരുന്നു എന്നെ കാണാൻ, ഒന്നും കൂടി ക്ലിയർ ആയിട്ട് കാണാമായിരുന്നു. ഈ ബസ്സിൽ മുഴുവനും തമിഴരാട്ടോ. ഞാൻ ഈ ഫ്രണ്ട് സീറ്റ് ഇരിക്കുന്നതേ ഉള്ളൂ. ബസ്സിന്റെ ബാക്കിൽ മുഴുവനും തമിഴരാണ്. അപ്പൊ നമുക്ക് അതിന്റെ ഇടയിൽ കയറി ഫോട്ടോസ് എടുക്കാൻ പറ്റില്ലല്ലോ. ഇതേ കണ്ടോ, ഇതാണ് പുനലൂർ തൂക്കുപാലം. ഇതിപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇരിക്കുന്ന ഭാഗത്ത് പറ്റില്ല. അങ്ങോട്ട് പോയി നോക്കിയായിരുന്നെങ്കിൽ നല്ല രീതിയിൽ ആ പാലം കാണാമായിരുന്നു. അത് പുനലൂർ തൂക്കുപാലാണ്. അവിടെ കൂടെയൊക്കെ ട്രെയിനൊക്കെ പോകും, കുഞ്ഞു ട്രെയിനൊക്കെ പോകും. ദേ ഇപ്പൊ ഒരു കാഴ്ച കാണാവേ, കണ്ടോ? ഈ മൂടി ചുറ്റി വെച്ചിരിക്കുന്നതേ റംബൂട്ടാനാണ്. ശരിക്കും ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ആരും പറിച്ചുകൊണ്ട് പോകാതിരിക്കാനും പിന്നെ നന്നായി കൃഷി ചെയ്യാനും വേണ്ടി ഇത് ഇങ്ങനെ മൂടി കെട്ടി വെച്ചിരിക്കുന്നതാണെന്നാ. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. എന്റെ അറിവില്ലായ്മ അല്ലതെന്താ. ഇതേ ഇത് പൂക്കും. പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ട് ആൾക്കാർ വന്ന് കോൺട്രാക്ട് വെച്ചിട്ട് ലേലത്തിന് പിടിക്കും. എന്നിട്ട് ഓരോ മരത്തിനും ഓരോ വിലയിടും. 5000, 6000 അങ്ങനെയൊക്കെ വില പറഞ്ഞിട്ട് ഇവര് പോകും. വില വില പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വലയിടും. അതാണ്. ചിലവര് 3 റംബൂട്ടാൻ മരം ഉണ്ടെങ്കിൽ അതിൽ 2 ഇതുപോലെ എന്താ പറയാ വിലയിട്ടിട്ട് വലയിട്ട് ഇങ്ങനെ വെക്കും. എന്നിട്ട് ഇവര് വരുമ്പോൾ കൊടുത്തു വിടും. ബാക്കി ഒരെണ്ണം ഈ പക്ഷികൾക്കും ഒക്കെ വേണ്ടി മാറ്റി വെക്കും. അങ്ങനെയുണ്ട് ആൾക്കാർ. റംബൂട്ടാന്റെ കഥ പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല. നമ്മൾ ആര്യങ്കാവ് ബോർഡർ, അതായത് തമിഴ്നാടും ആ ഒരു ഭാഗം തമിഴ്നാടും കേരളവും തമ്മിലുള്ള ആ ബോർഡർ ആര്യങ്കാവാണ്. അത് കഴിഞ്ഞിട്ട് തമിഴ്നാട് എത്തി കേട്ടോ. അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് പിന്നെ വരാമേ. ബായ്.